കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പിന്നെ ഞങ്ങളെല്ലാവരും നന്നായി സ്നേഹിച്ച് ജീവിക്കാൻ വേണ്ടി അച്ഛനെടുത്ത അവസാന തീരുമാനമായിരിക്കും ഇത്. രണ്ടാം ഭാര്യയും മോളും ആകെ വിഷമത്തിലായി കാണുമല്ലോ. പിന്നെ അവർക്ക് വിഷമം കാണത്തില്ലേ? ആരും ഇതൊന്നും പ്രതീക്ഷിച്ചല്ലോ. ആ പോയവനുണ്ടല്ലോ പ്രേമൻ, അവൻ തന്നെ അച്ഛനെ കുത്തിയിളക്കി വിട്ടത്. അങ്ങനെയാണെങ്കിൽ എല്ലാം ഒന്ന് ആറി തടുത്തതിന് ശേഷം അണ്ണൻ കാണേണ്ട രീതിയിൽ അവനെ കണ്ടോളൂ. ഇടയ്ക്ക് അച്ഛൻ പറയുമായിരുന്നു, മക്കളുടെയും മരുമക്കളുടെയും ജീവിതം നന്നായിട്ട് പോവാൻ വേണ്ടി ലാലേട്ടന്റെ അമ്മയെ കൊല്ലുമെന്ന്. അത് വെറും പറച്ചിലായിട്ടാ തോന്നിയത്. ഇപ്പോ രണ്ടാം ഭാര്യയും മകളെയൊക്കെ രണ്ടാൺമക്കളും തിരിച്ചറിഞ്ഞില്ലേ? നമ്മളും എല്ലാം അറിഞ്ഞില്ലേ? പിന്നെ എല്ലാവരും നന്നായി ജീവിക്കട്ടെ എന്ന് അച്ഛൻ കരുതി കാണും മോളെ. എന്നാലും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത സംഭവമായി പോയി. അവര് മരിക്കാതെ ഒരു കാരണവശാലും ആർക്കും നന്നായി ജീവിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോഴാ ആ അച്ഛൻ ഇത് ചെയ്തത്. പിന്നെ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ലാലേട്ടന്റെ അച്ഛനെ രക്ഷപ്പെടാൻ പറ്റുമോ? അദ്ദേഹത്തെ ജാമ്യത്തിലിറക്കാൻ പറ്റുമെന്ന് അറിയാനാണല്ലോ നീ അങ്ങോട്ട് പോയത്. എന്തായാലും പോയിട്ട് വരട്ടെ. കുറ്റം ലാലിന്റെ അച്ഛൻ ഏറ്റെടുത്ത സ്ഥിതിക്ക് ജാമ്യത്തിനുള്ള സാധ്യത കുറവാ. ഹായ്. പോയില്ലടി മോളെ അമ്മായിയച്ഛൻ നടത്തിയ പ്രകടനം കാണാൻ? അല്ല, ഈ അമ്മായിയമ്മയെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടൊക്കെ കൊണ്ടുവന്നല്ലോ. അത്തരം കാഴ്ചകൾ കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, അതുകൊണ്ടാ പോവാത്തത്. എന്തായാലും ഈ കേസ് ഇത് ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഒരു കാരണവശാലും ഗംഗാധരൻ എന്ന് പറയുന്നവൻ ഇനി കുറെ കാലത്തേക്ക് പുറം ലോകം കാണാൻ പോകുന്നില്ല. നിങ്ങളെ കൊണ്ട് അതിനല്ലേ കഴിയൂ. രചന വിചാരിച്ചിരുന്നെങ്കിൽ നിങ്ങളും ഇപ്പൊ ജയിലിൽ കിടന്നേനെ. പിന്നെ എന്താണാവോ അതിന് ശ്രമിക്കാത്തത്? അച്ഛൻ ഞങ്ങളുടെ അച്ഛനായി പോയതുകൊണ്ട്. ഒന്ന് ചുമ്മാതെ എടി. എനിക്ക് മക്കള് 3 പലരും പറയുന്നുണ്ടെങ്കിലും നീയും നിന്റെ അനിയത്തിയും ഇവളുടെ മാത്രം മക്കളാ. ഇനി ഇവളിപ്പോ അച്ഛൻ ഞാനാണെന്ന് ചൂണ്ടിക്കാണിച്ചാൽ പോലും എനിക്കതിന് വലിയ ഉറപ്പൊന്നുമില്ല. എന്റെ ആദ്യത്തെ മോൻ അവൻ എന്റെ തന്നെയാ. അതവൻ തെളിയിച്ചോണ്ടിരിക്കുകയാണല്ലോ. രോഗികൾക്ക് മരുന്ന് മാറിക്കൊടുത്തതിന്റെ വാർത്തകൾ പത്രത്തിലും ടിവിയിലും ഒക്കെ വന്നല്ലോ. ഓ, ഒരു ഡോക്ടർ ആവുമ്പോ അങ്ങനെയുള്ള കൈപ്പിഴകളൊക്കെ സംഭവിച്ചു എന്നിരിക്കും എന്ന് കരുതി ഡോക്ടർ അല്ലാതാവില്ലല്ലോ. പിന്നെയും കുറെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അവിടെ നിക്കട്ടടി ഒച്ചേ. അവന്റെ കാര്യമൊക്കെ അവൻ നോക്കിക്കോളും. പിന്നെ അവന്റെ ഭാര്യയും അമ്മായച്ചനും നോക്കിക്കോളും. എന്താ, അവരൊക്കെ അവനെ അങ്ങ് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇവിടെ പക്ഷെ പ്രശ്നം അതല്ല. സ്വന്തം ഭാര്യ അറിയാതെ രണ്ടാമത് കെട്ടിട്ട് ആദ്യ ഭാര്യയെ കൊല്ലുകയായിരുന്നു. ഞാനവിടെ ചെന്നപ്പോ ചാരു പറഞ്ഞു ഇതൊരു കൊലപാതകമാണെന്ന്. അവള് കോടതിയിൽ വന്ന് സാക്ഷിയും പറയും. പക്ഷെ ആ അമ്മയുടെ 2 ആൺമക്കളും അച്ഛൻ അനുകൂലമായിട്ട് സാക്ഷി പറയൂ. അവന്മാരുടെയൊക്കെ മൊഴി ആർക്ക് കേൾക്കണോടി? ഒന്നാമത് കൊന്നിരിക്കുന്ന ഒരു സ്ത്രീയെയാണ്. അതെങ്ങനെ കോടതി നിസ്സാരമായിട്ടൊന്നും കാണില്ല. ഈ ഗംഗാധരനെ കുറെ നാളായിട്ട് വലിച്ചു കയറണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നെ കണ്ടപ്പോഴൊക്കെ അയാൾ അതുപോലെയാ എന്നോട് സംസാരിച്ചത്. അതിനുള്ള മറുപടി എനിക്ക് കൊടുക്കണം. ഇതൊക്കെ പറയാൻ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിങ്ങളെ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ? അല്ല, നല്ല നല്ല ഓരോ കാര്യങ്ങൾ നടക്കുമ്പോ നിങ്ങളെയൊക്കെ വന്നൊന്ന് കാണണമല്ലോ. നിങ്ങൾ പറഞ്ഞ പോലെ എന്റെ മക്കളിൽ ഒരാള് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കുഞ്ഞായിട്ട്. അതുകൊണ്ട് തന്നെ അവന്റെ സ്വഭാവവും നിങ്ങളുടേത് തന്നെയാ. അപ്പോ മോനെയും മരുമോളെയും ഇടയ്ക്കിടയ്ക്ക് പോയി കണ്ടാ മതി, ഇങ്ങോട്ട് വരണമെന്നില്ല. എന്നാ പിന്നെ നാളെ കോടതിയിലേക്ക് പോരെ. ഇവളുടെ ഭർത്താവിന്റെ അച്ഛൻ ജയിലിലേക്ക് പോകുന്നതേ ലൈവായിട്ട് കാണാം. അല്ല, ഇളയ സന്തതി എവിടെ? അവളുടെ കാര്യം അറിഞ്ഞില്ലേ? ഇനി ചിലപ്പോ കോടതിയിൽ നിങ്ങൾക്കെതിരെ നിൽക്കാൻ പോകുന്നത് എന്റെ മോളായിരിക്കും, അഡ്വക്കേറ്റ് ദിയ. അഡ്വക്കേറ്റ് ദിയ വിജയകുമാർ അല്ല, അഡ്വക്കേറ്റ് ദിയ ഭാഗ്യലക്ഷ്മി. അപ്പോ വക്കീൽ പട്ടമൊക്കെ അവൾക്ക് കിട്ടിയല്ലേ? കിട്ടി. ആൾക്കാരെ കോടതിയിൽ കൊല്ലുന്ന വക്കീൽ പട്ടമല്ല, നല്ലവർക്കൊപ്പം നിൽക്കുന്ന, നന്മയെ സ്നേഹിക്കുന്ന വക്കീലിന്റെ കുപ്പായ അവൾ ഇടാൻ പോകുന്നത്.
അച്ഛനുണ്ടാക്കിയ പേരുദോഷം കളയാനായിരിക്കും മകളുടെ ശ്രമം. ഓ, അതൊക്കെ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ അവള് കോടതിയിൽ അങ്ങ് ജയിച്ച് കേറിക്കോളും അല്ലേ? വക്കീലല്ലാത്ത അമ്മ എന്നെ തോൽപ്പിച്ചു, പിന്നെയാണോ വക്കീലായ മോൾക്ക് തോൽപ്പിക്കാൻ പാട്? ശരി, പാക്കല. നീയൊക്കെ ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാ. നിന്റെ മോൾക്ക് ഭർത്താവിന്റെ ഒപ്പം സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നീയും ഇവളും ഇവളുടെ അനീത്തിയും ജയലാൽ ഉൾപ്പെടെ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഗംഗാരനെ കൊണ്ട് ആ കൃത്യം ചെയ്യിച്ചത്. ഇറങ്ങി പോടോ. ഞാൻ പോവാടി. പക്ഷേ പറഞ്ഞത് സത്യോ? നാളത്തെ കോടതി കഴിഞ്ഞ ഇനി വിശദമായ വാദത്തിന് വേണ്ടി കോടതി വിളിക്കുമ്പോ നിന്നെയൊക്കെ ഞാനങ്ങ് വിസ്തരിക്കും. അവിടെ കയറ്റി നിർത്തി തൊലിയുരിക്കും ഞാൻ. കാത്തിരുന്നോ നീ? കേട്ടേ അഹങ്കാരി. അവിടെയും അയാളുടെ ആഗ്രഹം നമ്മളെ കോടതിയിൽ കയറ്റണമെന്നാ, നമ്മളെ പ്രതിയാക്കണമെന്നാ. ചേച്ചിയുടെ അമ്മായിയച്ഛനെ രക്ഷിക്കാൻ വന്നതായിരിക്കും അല്ലേ? അതെ, ജാമ്യത്തിൽ ഇറക്കാനാ വന്നത്. അതുകൊണ്ട് മറ്റൊരു കാഴ്ച കൂടി കാണാൻ പറ്റി. ലാലേട്ടന്റെ അച്ഛനൊപ്പം വേറൊരാൾ കൂടി ലോക്കപ്പിൽ കിടക്കുന്നത്. വേറൊരാളോ? അതാരാ? അപ്പൊ അച്ഛൻ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഞാൻ കരുതി അത് അറിഞ്ഞിട്ടാ വന്നതെന്ന്. ഞാൻ വന്നതേ ആരെങ്കിലും ആ ഗംഗാധരനെ ജാമ്യത്തിൽ ഇറക്കാണെങ്കിൽ അത് തടയാൻ വേണ്ടിട്ടാ. എന്നാ കേട്ടോ, ലാലേട്ടന്റെ അച്ഛനൊപ്പം ലോക്കപ്പിൽ കിടക്കുന്നത് അച്ഛന്റെ മോന. എന്താ മരുമോള് വിളിച്ച അമ്മായിയപ്പനോട് അതേപ്പറ്റിയൊന്നും പറഞ്ഞില്ലേ? ചിലപ്പോ പറഞ്ഞു കാണത്തില്ല. ഭർത്താവിനെ പോലീസുകാർ കൊണ്ടുപോയപ്പോ അവളുടെ പാട്ടിന് പോയി കാണും. അതാണല്ലോ ഇനം. അവനെന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്തത്? എന്തിനാണെന്നൊക്കെ പോയി ചോദിക്കേ, അപ്പൊ പറഞ്ഞു തരും. ഏതായാലും ലാലേട്ടന്റെ അച്ഛൻ ലോക്കപ്പിൽ കിടക്കുന്നത് കണ്ട് സന്തോഷിക്കാനല്ലേ വന്നത്. ഇനിയിപ്പോ ഞങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് കൂടെ നിർത്തിയ മോൻ കൂടി അവിടെ കിടക്കുന്നത് കണ്ടെന്ന് സന്തോഷിക്കേ. എന്റെ ചേച്ചിയും അമ്മയും ഒക്കെ തകർക്കാൻ ശ്രമിച്ചവർക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുക. ലാലേട്ടന്റെ അമ്മയെ ലാലേട്ടന്റെ അച്ഛൻ കൊന്നെങ്കിലും അത് ശരിയാണെന്നേ ഞാൻ പറയൂ. അതുപോലെ രോഗികളോട് പോലും കരുണ കാട്ടാത്ത എന്റെ ഏട്ടന് കിട്ടിയ ശിക്ഷയും കിട്ടേണ്ടത് തന്നെയാ. ഇനി ഒരാൾക്ക് കൂടി ശിക്ഷ കിട്ടാനുണ്ട്. അതെന്റെ അച്ഛൻ വക്കീലിനാ. അത് ചിലപ്പോ വാങ്ങിച്ചു തരുന്നത് ഞാൻ തന്നെയായിരിക്കും. ചിലപ്പോ കോടതിയിൽ നമുക്ക് ഏറ്റുമുട്ടേണ്ടി വരും. എടി കൊച്ചേ, നീ ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയതല്ലേ ഉള്ളൂ. അതിന് മുമ്പേ തന്നെ വാലി കുത്തിട്ട് അങ്ങ് പൊളയണ്ട കേട്ടാ. എന്നോട് ഏറ്റുമുട്ടാൻ മാത്രം നീ വളർന്നിട്ടില്ല, വളർന്നിട്ടേ ഇല്ല. വക്കീലല്ലാതിരുന്നിട്ട് എന്റെ അമ്മ നിങ്ങളെ കോടതിയിൽ മുട്ടുകുത്തിച്ചു. അതുകൊണ്ട് അങ്ങനൊന്നും തറപ്പിച്ച് പറയണ്ട. ചിലപ്പോ അഡ്വക്കേറ്റ് വിജയകുമാർ അഡ്വക്കേറ്റ് ദിയയുടെ മുമ്പിൽ തകർന്നടിഞ്ഞെന്ന് വരും. കാണാടി, ആരാ തകർന്നടിയെന്ന് കാണാം. മോനെ കാണാൻ വന്നത് അവിടെ. ദിലീപേ, നിന്റെ അച്ഛൻ വന്നേക്കുന്നു. അച്ഛനെ വിളിച്ച് ഞാൻ വിവരം പറഞ്ഞായിരുന്നു? ഇല്ല, എന്നെ വിളിച്ചില്ല. ഞാൻ ഗംഗാധരനെ കാണാനാ വന്നത്. അപ്പോഴാ നിന്റെ അനിയത്തി ഇവിടുന്ന് പോകുന്ന കണ്ട്. അവൾ വിവരം പറഞ്ഞപ്പോ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ഒന്ന് രണ്ട് പിഴവ് പറ്റി.
അതില് ഒരു പേഷ്യന്റ് മരിച്ചുപോയ അച്ഛാ. അമ്മമാരുടെ പ്രാക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആരും നന്നാകത്തില്ല വക്കീലേ. അത് ഞാൻ നിങ്ങളുടെ മോനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. താൻ മിണ്ടാതിരിക്കണോ? താൻ കൊന്നതൊരു അമ്മയല്ലേ? അത് 4 മക്കളുടെ അമ്മേ. അതിലെനിക്കൊരു കുറ്റബോധവും ഇല്ല വക്കീലെ. മരിക്കേണ്ടവളെ തന്നെയാ ഞാൻ കൊന്നത്. സ്വന്തം മക്കളെ കൊല്ലാതെ കൊല്ലുന്ന ഒരു അമ്മേ. ആ കേസ് ഞാൻ ഏറ്റെടുക്കണമെന്നാ തന്റെ സ്വന്തം മോള് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. വന്നപ്പോഴാണ് മോൻ ഇവിടെ കിടക്കുന്നത് അറിഞ്ഞത് അല്ലേ? എടോ, എന്റെ മോനെ പുറത്തിറക്കാൻ എന്നെ കൊണ്ട് നിഷ്പ്രയാസം പറ്റും, അതുപോലെ തന്നെ അകത്താക്കാനും. ഞങ്ങള് 2 ആളും ചെയ്തിരിക്കുന്നത് കൊലപാതകം തന്നെ. എന്റെ മോൻ ചെയ്തിരിക്കുന്നത് മനഃപൂർവ്വമല്ലാത്ത കൊലപാതകം. എന്നാര് പറഞ്ഞു? ഡോക്ടർക്ക് പിഴവ് സംഭവിച്ചാൽ അതത്ര നിസ്സാരമായി നിയമം നോക്കിക്കാണില്ല. ഇപ്പൊ മരിച്ചാള് മാത്രമല്ല, മറ്റു പലരും ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലില്ല. അത് നിങ്ങളുടെ മോൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. കാര്യങ്ങൾ അത്ര നിസ്സാരമല്ലച്ചാ. മരിച്ച ആളുടെ ബന്ധുക്കൾ കുറച്ച് സ്ട്രോങ്ങാ. ഭരിക്കുന്ന പാർട്ടിയുടെ അനുഭവങ്ങളൊക്കെയാ. പുറത്തിറങ്ങിയാ ചിലപ്പോ മരിച്ച ആളിന്റെ ബന്ധുക്കളെ മോന്റെ ദേഹത്ത് കൈവച്ചെന്നിരിക്കും. കൈ വെക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം കേട്ടോ. എന്നാലും നയനെ എന്തുകൊണ്ടാ അച്ഛനെ വിളിക്കാത്തെന്നാ ഞാൻ ആലോചിക്കുന്നേ. അവളൊരു അഹങ്കാരിയാണെന്ന് എല്ലാരും പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരുത്തി ഒന്നും നീ ഇനി നോക്കണ്ട. അത് അവളവിടെ പാട്ടിന് പോയി കാണും. ഓ, ഇതൊക്കെ കൃത്യമായിട്ട് പ്രവചിക്കാൻ തനിക്കെന്താ ജ്യോതിഷം വല്ലതും വശമുണ്ട്? ഇതിന് ജ്യോതിഷമൊന്നും അറിയണ്ട സാറേ. ജീവിതാനുഭവങ്ങളുള്ളവന് കുടുംബത്തിലെ കാര്യങ്ങൾ പ്രവചിക്കാൻ പറ്റും. ഏതായാലും നാളെ കോടതിയിലേക്ക് പോരെ. അവിടെ വച്ച് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കാം. എനിക്ക് ജാമ്യം കിട്ടത്തില്ല അച്ഛാ. ഞാൻ എസ്ഐയോട് ചോദിച്ചു മോനെ, കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നാ പറഞ്ഞത്. സാരമില്ല, നാളെ കോടതിയിലെത്തിയിട്ട് നമുക്ക് വേണ്ടത് ചെയ്യാം. നീ ഒട്ടും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. എന്റെ ദിലീപേ, ഇനിയെങ്കിലും ഇയാളുടെ ഉപദേശം കേട്ട് ജീവിക്കാൻ നോക്കരുത്. അങ്ങനെ നടക്കരുത്. എല്ലാ തെറ്റുകളും മനസ്സിലാക്കിയിട്ട് സ്വന്തം അമ്മയുടെ കാൽക്കൽ പോയി വീണാല് എല്ലാ പ്രശ്നങ്ങളും ശരിയാകും. കാരണം ആ അമ്മ അത്ര പ്രതീക്ഷയോടെയാണ് നിന്നെ വളർത്തിയതും പഠിപ്പിച്ചതും. മകനെ കൊണ്ട് ജീവിക്കാവുന്ന ആ അമ്മ ഒരിക്കലും കരുതിയിട്ടില്ല. മറിച്ച് മകൻ നല്ലൊരു ഡോക്ടറായിട്ട് രോഗികൾക്ക് ആശ്വാസം കൊടുക്കുന്നത് ആ അമ്മ സ്വപ്നം കണ്ടിട്ടുണ്ട്. അതാണ് നീ തകർത്ത് കളഞ്ഞത്. എന്ന് മാത്രമല്ല, നീ ക്ലിനിക്ക് തുടങ്ങിയതിന് ശേഷം ആ അമ്മയെ ചികിത്സിക്കാൻ നിനക്കൊരവസരം കിട്ടി. അതിനും കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിച്ചു നിന്റെ ഭാര്യ. ഇതൊക്കെ മോളിൽ ഒരാൾ കണ്ടോണ്ടിരിക്കുകയല്ലേ മോനെ. പിന്നെ എഴുന്നേറ്റം ഉണ്ടാവൂടാ. അച്ഛൻ പോയപ്പോഴേ എനിക്കറിയായിരുന്നു ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന്. അപ്പൊ കൂടെ പോവേണ്ടതായിരുന്നു. ഒന്നും വേണ്ടായിരുന്നു, വിളിച്ചോണ്ട് കോട്ടയത്ത് പോയാൽ മതിയായിരുന്നു. കോട്ടയത്ത് പോയാലേ ചേട്ടന്റെ അമ്മ അവിടെ വരില്ലേ? വീട്ടിലോട്ട് പോകണ്ട, മോളുടെ മാമന്റെ വീട്ടിലേക്ക് പോയാ പോരായിരുന്നോ? ലോക്കപ്പിൽ കിടക്കുന്ന അച്ഛനെ എനിക്ക് കാണാൻ വയ്യമ്മേ. നാളെ ജാമ്യം കിട്ടുമോ മോളെ? എങ്ങനെ ജാമ്യം കിട്ടാനാ? നാളെ കോടതിയിലേക്ക് പോയാ അച്ഛനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് കാണേണ്ടി വരും. എന്ന് കരുതി പോകാതിരിക്കാൻ പറ്റുമോ? പോണ്ട. അച്ഛനെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോ ഞാൻ ദേഹം തളർന്ന് വീഴുന്നുള്ള കാര്യം ഉറപ്പാ. എന്റെ സമയദോഷത്തിനാ ഞാൻ അമ്മയോടും അച്ഛനോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അമ്മയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാൻ നിർബന്ധമായിരുന്നു. ഒന്നും വേണ്ടായിരുന്നു, കോട്ടയത്ത് തന്നെ നിന്നാ മതിയായിരുന്നു രണ്ടാളും. ദിനേശി, ദിയ LLB കഴിഞ്ഞ് പുറത്തിറങ്ങി. അവൾ അച്ഛന്റെ കാര്യം നോക്കാന്ന് പറഞ്ഞിരിക്കുക. നാളെ കോടതിയിൽ എന്തായാലും അച്ഛന് ജാമ്യം കിട്ടാനായിട്ട് അവളെ കൊണ്ട് കഴിയാവുന്നതൊക്കെ ചെയ്യും. ജാമ്യം കിട്ടോ ചേച്ചി? കെണ്ണേട്ടനെ പുറത്തിറക്കാൻ പറ്റുമെന്ന് പറഞ്ഞോ മോളെ?
അങ്ങനെ തറപ്പിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്നുവെച്ചാ കൊലക്കുറ്റം പോലീസിന്റെ മുന്നിൽ സമ്മതിച്ചല്ലോ. അതുകൊണ്ട് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. പിന്നെ അച്ഛനെതിരെ വാദിക്കാൻ പോകുന്നത് വേറെ ആരുമല്ല, എന്റെ അച്ഛന്. ചാരു അച്ഛനെ വിളിച്ചു പറഞ്ഞു നാളെ കോടതിയിൽ ഹാജരാവണമെന്ന്. പിന്നെ ലാലേട്ടനെ ഞങ്ങളെയൊന്നും ഇഷ്ടമല്ലല്ലോ അച്ഛന്. അപ്പൊ ഉറപ്പായിട്ടും അച്ഛൻ ഞങ്ങളൊക്കെ വേദനിപ്പിക്കാനേ ശ്രമിക്കൂ. ഞങ്ങൾ ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ പോയില്ല. അച്ഛനെ അങ്ങനെ കാണാൻ ഞങ്ങൾക്ക് വയ്യ ചേച്ചി. ദിയ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അച്ഛനെ ജയിലിലേക്ക് പോകേണ്ടി വന്നാലും എങ്ങനെയെങ്കിലും ഉടനെ പുറത്തു കൊണ്ടുവരാൻ നോക്കാന്ന്. എന്നാലും അത് എത്ര കാലം കഴിഞ്ഞ ചേച്ചി? ഉടനെ ഒന്നും പുറത്തു വരാൻ പറ്റില്ലല്ലോ. ഇത് എവിടുന്ന ഇത്രയും ധൈര്യം കിട്ടിയെന്ന് അറിയില്ല മോളെ. കുറെ ദിവസമായിട്ട് പറയുന്നുണ്ട് ചേട്ടന് അമ്മയെ കൊന്നാലേ എല്ലാവർക്കും ജീവിക്കാൻ പറ്റൂന്ന്. എന്നാലും പെട്ടെന്ന് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അത് തന്നെ എല്ലാവരും പറയുന്നു. മോളെ, ജയന്റെ അമ്മയെ കാണാൻ പോയായിരുന്നോ? ഇല്ല, ഇപ്പൊ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിരിക്കുക. അതൊക്കെ കഴിഞ്ഞ് കൊണ്ടുവന്നാലും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞ ചാരു എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. എന്നാലും അടക്കമൊക്കെ കഴിഞ്ഞ് ചാരു അവളുടെ ചേച്ചിയും ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് ഹരിതയും അമ്മയും ഇവിടുന്ന് പോകുന്നതാ നല്ലത്. ഇനി എന്തും വരട്ടെ, അച്ഛന്റെ കാര്യം എന്താവെന്ന് അറിഞ്ഞിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. അത് ചേച്ചി, അച്ഛനെ പോലീസുകാരെ അടിക്കുകയോ മറ്റോ ചെയ്തായിരുന്നു? ഇല്ലെന്നാ ദിയ പറഞ്ഞത്. അവിടെ ഇപ്പോ ഹരിതയുടെ അച്ഛൻ മാത്രമല്ല, വേറൊരാള് കൂടി ലോക്കപ്പിലുണ്ട്. എന്റെ ആങ്ങള. ദിലിയേട്ടൻ ചികിത്സിച്ച ഒരു രോഗി മരിച്ചു. അത് കേസായി. ഇപ്പൊ രണ്ടുപേരും ലോക്കപ്പിൽ ഒന്നിച്ചാ കിടക്കുന്നത്. മോള് വന്നോ? ചേച്ചി പോയോ അമ്മേ? കുറച്ചു മുമ്പ് പോയി, ഹരിതയുടെ വീട്ടിലേക്ക്. ലാലേട്ടന്റെ അച്ഛനെ ഇറക്കാനായിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ അവിടെ വേറൊരു കാഴ്ച കണ്ടു. അവിടെ അച്ഛനൊപ്പം വേറൊരാൾ കൂടി ലോക്കപ്പിലുണ്ടായിരുന്നു. മറ്റാരുമല്ല, അമ്മയുടെ മോൻ. രോഗികൾക്ക് മരുന്ന് മാറി കൊടുത്തെന്ന് പറഞ്ഞ് വലിയ വിവാദമായിരുന്നല്ലോ. അതിലൊരാൾ മരിച്ചു. അതിന്റെ പേരില് പോലീസ് അറസ്റ്റ് ചെയ്ത്. എനിക്കൊരു സങ്കടമില്ല അമ്മേ. തെറ്റ് ചെയ്തത് ആരായാലും ശിക്ഷിക്കപ്പെടണം. അങ്ങനെ തന്നെ ഞാനും കരുതുന്നത്. പിന്നെ സ്വന്തം മോനായി പോയതുകൊണ്ട് ഒരു വേദന. അത് മാത്രമല്ല അവിടെ നടന്നത്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോ വേറൊരാൾ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു, എന്റെ അച്ഛൻ. ഇവിടുന്ന് അയാൾ പോയത്. അതുകൊണ്ട് ലാലേട്ടന്റെ അച്ഛൻ ലോക്കപ്പിൽ കിടക്കുന്നത് കണ്ട് സന്തോഷിക്കാൻ വന്ന ആൾക്ക് സ്വന്തം മോനെയും കാണേണ്ടി വന്നു. നാളെ കോടതി കൂടുമ്പോ ജയലാലിന്റെ അച്ഛനെതിരായിട്ട് വാദിക്കാൻ നിൽക്കായിരുന്നു അയാള്. ഇനിയിപ്പോ ആ അച്ഛനെതിരെ മാത്രമല്ല, സ്വന്തം മോന് വേണ്ടിയും വാദിക്കട്ടെ. ഒരർത്ഥത്തില് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായി മാറിയിരിക്കുമായിരുന്നു എന്റെ ഏട്ടനും നാത്തൂനും ഒക്കെ. അങ്ങനെയെങ്കിൽ ശത്രുക്കൾക്കാണ് ഇവിടെ പരാജയം ഉണ്ടായിരിക്കുന്നത്. നല്ലൊരു ഡോക്ടറാവാൻ, നല്ലൊരു മനുഷ്യനാവാൻ വേണ്ടിയാ അമ്മ ഏട്ടനെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ. എന്നിട്ട് അവസാനം അച്ഛനെക്കാളും നന്ദികേട് കാണിച്ചു അയാള്. അതിനുള്ള തിരിച്ചടി തന്നെയാ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അവിടെങ്ങും ഞാൻ അയാളുടെ ഭാര്യയും കണ്ടില്ല, അമ്മായച്ഛനെയും കണ്ടില്ല. ദിലിയേട്ടൻ അറസ്റ്റിലായതോടെ അവര് ചിലപ്പോ ഏട്ടനെ കൈയൊഴിഞ്ഞു കാണും. ഇനിയെങ്കിലും മനസ്സിലാക്കട്ടെ, അമ്മയാണ് ശരിയെന്ന്. ഞാനൊന്ന് ലോക്കപ്പിൽ പോയി ജയലാലിന്റെ അച്ഛനെ കാണാനിരിക്കുകയായിരുന്നു. ഇനി ഏതായാലും പോകുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ലോക്കപ്പിൽ കിടക്കുന്ന ദിലിയെ കാണാൻ എനിക്ക് വയ്യ. അമ്മ ലോക്കപ്പിൽ കിടന്നപ്പോ അയാൾക്ക് സന്തോഷമായിരുന്നല്ലോ. ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കി അമ്മയൊന്ന് രക്ഷിക്കാൻ പോലും അയാൾ ശ്രമിച്ചില്ലല്ലോ. അതിനൊക്കെ ദൈവം കൊടുത്ത തിരിച്ചടിയാ അമ്മ. വല്ലാത്തൊരു സംഭവമായി പോയല്ലോ മോളെ. ഇന്നത്തെ ദിവസം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. എനിക്ക് ലാലേട്ടന്റെ അച്ഛനെ പുറത്തിറക്കാൻ പറ്റുമെന്ന ആശങ്ക മാത്രമേ ഉള്ളൂ. അച്ഛൻ സ്വന്തം ഭാര്യയാണ് കൊന്നിരിക്കുന്നത്. പിന്നെ കേസ് നടത്താൻ പോകുന്നതോ എന്റെ അച്ഛനും. അതുകൊണ്ട് തൽക്കാലം ജയിലിലേക്ക് പോയേ പറ്റൂ. പിന്നെ കോടതി കൂടുമ്പോ ശിക്ഷയുടെ കാലാവധി കുറയ്ക്കാൻ നോക്കണം.
മോള് ജയലാലിന്റെ വീട്ടിൽ പോയിരുന്നോ? പോയിരുന്നു. അമ്മ മരിച്ചതിന്റെ സങ്കടം ഉണ്ടെങ്കിലും അച്ഛനെ ലാലേട്ടനോ ഹരിയേട്ടനോ ഒന്നും കുറ്റപ്പെടുത്തിയില്ല. പിന്നെ അവള് ചീറിപ്പാഞ്ഞു വന്നു, ചാരു. എന്നെ അവിടെ നാട്ടി ഇറക്കി. അവള് മാത്രമല്ല, അവളുടെ ചേച്ചി ഉണ്ടായിരുന്നു. പെൺമക്കൾക്ക് അമ്മയോട് സ്നേഹമായിരുന്നല്ലോ. അതിന്റെ ദേഷ്യം രണ്ടും കാണിച്ചത്. ഇവരൊക്കെ എന്തിനു വേണ്ടിയാ ജീവിക്കുന്നതെന്ന് അറിയില്ല മോളെ. എന്താണ് ഇവരുടെ ലക്ഷ്യമൊന്നും അറിയില്ല. ശരീരം തളരുന്നു ഓരോന്ന് കേട്ടിട്ട്. രണ്ടാളും ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ? വേണ്ട മോളെ, വിശപ്പ് തീരെയില്ല. ഇതിനു മുൻപ് ഞാൻ എന്റെ അച്ഛനെ കാത്തിരിക്കുമായിരുന്നു. വർഷത്തിൽ 1 or 2 തവണയെങ്കിലും അച്ഛൻ വരുന്നത് ഒരു സമാധാനമായിരുന്നു. ഇതിപ്പോ ജയിലിലേക്ക് പോയ അവിടെ പോയി അച്ഛനെ കാണാനുള്ള ശക്തി എനിക്കില്ല. ചാരുവിനെ ഹരിയേട്ടനും ലാലേട്ടനും കൂടി ഉപദേശിച്ച് നേരെയാക്കുവാണെങ്കിൽ ഇനി ചിലപ്പോ ചാരു സാക്ഷി പറയാൻ വരത്തില്ല. അങ്ങനെയാണെങ്കിൽ അച്ഛൻ ശിക്ഷിക്കപ്പെടില്ല. അതെങ്ങനെയാ മോളെ? എന്തായാലും തലക്കടിക്കാതെ ജയന്റെ അമ്മ മരിക്കില്ലല്ലോ. അതിന് സാക്ഷികളില്ലെങ്കിൽ രക്ഷപ്പെടാന്ന ദിയ പറയുന്നത്. എന്തായാലും കേസ് നടത്താൻ 5 പൈസ ചെലവാക്കേണ്ട കാര്യമില്ല ലാലേട്ടന് പോലും. എല്ലാം ദിയയും ദിയയുടെ സീനിയർ വക്കീലും കൂടി നോക്കിക്കൊള്ളാന്നാ പറയുന്നത്. എന്തായി ലാലേട്ടാ? ഇതുവരെ ബോഡി കൊണ്ടുവന്നിട്ടില്ല. അവിടെ ഇരുന്നപ്പോ എനിക്ക് നിങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നി. രണ്ടാളും വിഷമിക്കണ്ട. അച്ഛന്റെ പ്രവൃത്തി ന്യായീകരിക്കാനൊന്നും പറ്റില്ല. പക്ഷേ എന്റെ അച്ഛനെ കൊണ്ട് അമ്മ ചെയ്യിപ്പിച്ചതാ. ഇത്രത്തോളം ഒരച്ഛനും അമ്മമാരോട് ക്ഷമിച്ചു കാണില്ല. അവസാനം നമ്മൾക്ക് നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് കരുതിയ അച്ഛൻ ഇങ്ങനെ ചെയ്ത്. അതുകൊണ്ട് അച്ഛനെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ ലാലേട്ടാ. ഈ ലോകത്ത് ഞങ്ങളുടെ മക്കളെ പോലെ ഗതികെട്ട മക്കള് ഒരമ്മയ്ക്കും ജനിക്കരുതെന്നാ എന്റെ ആഗ്രഹം. അമ്മയുടെ ഭാഗത്താണ് തെറ്റെങ്കിലും അമ്മയെ പോയതുകൊണ്ട് മരിച്ചത് നന്നായെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ നഷ്ടമല്ലെന്ന് പറയാനും പറ്റില്ല. ഞാൻ അങ്ങോട്ട് വരട്ടെ ലാലേട്ടാ? വേണ്ട. അവിടെ ഒരുത്തി ഭ്രാന്തിയെ പോലെ ഇരിക്കുക ചാരു. ഹേമ ഹോസ്പിറ്റലാ. ദിയ വന്നപ്പോഴും ചാരു അവളെ ആട്ടി ഓടിക്കുമായിരുന്നു. തന്നെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടി ദേഷ്യമായിരിക്കും അവൾക്ക്. ഹരിതയും അമ്മയും കോട്ടയത്തേക്ക് പോവാനിരിക്കുക രാവിലെ തന്നെ. ഒരു കാര്യം ചെയ്, താനിവരെ രണ്ടാളെയും തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. കുറച്ച് കഴിയുമ്പോൾ രജനിയും വരുമല്ലോ. പിന്നെ 2-3 ദിവസം അവിടെ നിൽക്കട്ടെ. അമ്മയുടെ അടക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം. എന്നിട്ട് ഞാൻ തന്നെ രണ്ടാളെയും കോട്ടയത്ത് ഉണ്ടാക്കാം. വേണ്ട മോനെ, ഞങ്ങളെ പൊയ്ക്കോളാം. അച്ഛന് ഒരാഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ എന്ത് സംഭവിച്ചാലും ഹരിത അമ്മയെ നന്നായി നോക്കണമെന്ന്. അച്ഛൻ ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണെങ്കിലും അതിലേക്ക് അച്ഛനെ നയിച്ച കാരണങ്ങൾ അറിയാവുന്നതുകൊണ്ട് അച്ഛൻ്റെ ആഗ്രഹം നടന്നേ പറ്റൂ. അതുകൂടെ പറയാനാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. പോകുമ്പോൾ ദീപ രണ്ടാളെയും കൂടെ കൂട്ടണം. ശരി ലാലേട്ടാ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. മോനെ, ഞങ്ങളോട് ദേഷ്യമുണ്ടോ? ഏയ്, ഒരിക്കലും ഇല്ല. എന്റെ അമ്മ തന്നെയാണ് ഞങ്ങൾക്കൊരു 2ാം അമ്മ ഉണ്ടാവാൻ കാരണം. അതുപോലെ തന്നെ ഒരനീതി. അതുകൊണ്ട് ഇനി നിങ്ങളെ രണ്ടാളെ നോക്കേണ്ട ചുമതല എനിക്കാ.